ഈ ന്യൂ ഇയറിന് മുന്നേ ലോ ബഡ്ജറ്റിൽ ഒരു മൂകാംബിക മുരുടേശ്വർ യാത്ര നടത്തി. അതിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? ഒരു പ്ലാനിംഗ് ഇല്ലാത്ത യാത്രയായിരുന്ന കാരണം ഞങ്ങൾക്ക് ഒരു ട്രെയിനും ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പരശുരാം എക്സ്പ്രസ്സിൽ കയറിയിട്ട് വൈകുന്നേരം 9:30 ആയപ്പോഴത്തേക്കും മംഗലാപുരത്തെത്തി. അവിടെ AC വെയിറ്റിംഗ് റൂമിൽ ഇരുന്നിട്ട് പിറ്റേന്ന് കാലത്ത് ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് 5 മണിക്കുള്ള പാസഞ്ചറിൽ കയറിയിട്ട് ബൈന്ദൂരിൽ ഇറങ്ങി. ബൈന്ദൂരിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. 500 രൂപയായി. നേരെ അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്നിറങ്ങി കുറച്ച് പൂ വാങ്ങിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. നല്ല തിരക്കാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് 2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് കുറേ ആളുകൾ പൈസയൊക്കെ ഇങ്ങനെ തിരികെ കയറ്റി വെച്ചിട്ടുണ്ട് ഭിത്തിയിലൊക്കെ. അത് പിള്ളേരിങ്ങനെ കാണിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് എത്തിയാൽ മതി എന്നുള്ള ഇതിലിങ്ങനെ നിന്ന് കുറേ നേരം നിന്നു. അപ്പോഴാണ് ഉച്ചശിവേലിയായത്. ആ സമയത്താണ് ദേവിയുടെ വിഗ്രഹം പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ വീണ്ടും നടയടച്ചു. അങ്ങനെ കുറേ നേരം വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ എന്തായാലും പുറത്ത് എഴുന്നള്ളിച്ച വിഗ്രഹം കാണാനായിട്ട് സാധിച്ചു. തൊഴുതു. അങ്ങനെ ഞങ്ങൾ അവസാനം ശ്രീകോവിലിൻ്റെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തൊഴുതു. അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് ഒരു നെയ്വിളക്ക് കത്തിച്ചിട്ട് രഥത്തിന് മുമ്പിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പതുക്കെ ചുറ്റി ഇങ്ങനെ നടക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഭാവത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒന്നുകൂടി തൊഴണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു രക്ഷയില്ല. സീസൺ ആയത് കാരണം നല്ല തിരക്കായിരുന്നു. സമയമുണ്ടല്ലോ, വീണ്ടും വരാം, എത്ര വന്നാലും മതിയാവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ബൈന്ദൂരിലേക്കുള്ള ഒരു ബസ്സിൽ കയറി ബൈന്ദൂരിൽ വന്നു. ബൈന്ദൂർ സ്റ്റേഷൻ്റെ തൊട്ട് മുൻപിലുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ റൂം എടുത്തു. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള റൂമായിരുന്നു. കാരണം ഭാഗ്യത്തിന് ഞങ്ങൾക്ക് റൂം കിട്ടിയ ഒരിടത്തും റൂമില്ലായിരുന്നു. ഫുൾ ബുക്കിംഗ് ആയിരുന്നു 31st വരെ. അങ്ങനെ എന്തായാലും നല്ലൊരു റൂം കിട്ടി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം മുരുടേശ്വറിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. മുരുടേശ്വറിലേക്ക് 1 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടുന്ന്. മുരുടേശ്വറിൽ ചെന്നപ്പോഴത്തേക്കും നല്ല തിരക്കാണ്. ഈ മൂകാംബികയെ കണ്ടതിൻ്റെ ഡബിൾ തിരക്കാണ് മുരുടേശ്വറിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്ന് കണ്ടിട്ട് തിരികെ പോരാമെന്ന് വിചാരിച്ചു. കാരണം ഈ തിരക്കിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. മുരുടേശ്വറിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്, അതുകൊണ്ട് വിഷമമൊന്നും തോന്നിയില്ല. റൂമിൽ വന്ന് നന്നായി ഉറങ്ങി ഒന്ന് റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് കാലത്ത് യാന കേവ് കാണാൻ പോകണമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതൊക്കെ പൊളിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബൈന്ദൂരിൽ തന്നെയുള്ള നല്ല അടിപൊളി ഒരു ബീച്ചിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ബീച്ചിൽ പോയി കുറേ നേരം എൻജോയ് ചെയ്തു. ആരുമില്ല, നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ച്, നീറ്റായിട്ടുള്ള ബീച്ച്, ഷാലോ വാട്ടർ. കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചു. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഉടുപ്പി വന്നു. ഉടുപ്പിയിൽ അമ്പലത്തിലും തൊഴാൻ പറ്റിയിട്ട് നല്ല തിരക്കായിരുന്നു. അവിടെ നിന്ന് മംഗലാപുരത്തെത്തി വണ്ടി കയറി തിരികെ